ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ ചില പ്രവർത്തനങ്ങളും മൊസാദും ഒക്കെ തന്നെ ചർച്ചകളിൽ വരികയാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്നവരാണ് മൊസാദ്. ഒരാൾ ഇസ്രായേലിനെ തീർക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് അവരെ മൊസാദ് കാച്ചിയിരിക്കും. വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ്, ആയുധധാരികളായ ഡ്രോണുകൾ, പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ, റിമോട്ട് കൺട്രോൾ ബോംബ് ഘടിപ്പിച്ച സ്പെയർ ടയറുകൾ, ഇങ്ങനെ വല്ലഭന പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ എന്തും മൊസാദിന് ആയുധമാണ്. അതുകൊണ്ട് ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം എന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ലോകത്തിലെ ഒരു ചാര സംഘടനയ്ക്കുമില്ലാത്ത സ്പൈ നെറ്റ്വർക്കാണ് മൊസാദിന്റെ കരുത്ത്. മുസ്ലിം പുരോഹിതന്മാരുടെ രഹസ്യ പ്രണയബന്ധങ്ങൾ അന്വേഷിച്ച് ഭീഷണിപ്പെടുത്തുക തൊട്ട് ഹണി ട്രാപ്പ് വരെ അവരുടെ രീതികളാണ്. ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് അതിശക്തമായ ചാര ശൃംഖല കെട്ടിപ്പടുത്തിയിട്ടുണ്ടെന്ന് അൽ ജസീറയടക്കമുള്ള മാധ്യമങ്ങൾ പോലും സമ്മതിക്കുന്നു. പതിറ്റാണ്ടുകളായി ഇറാനിൽ തമ്പടിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ഈ രഹസ്യ സൈന്യം സൈനിക കേന്ദ്രങ്ങളിലും ആണവ പദ്ധതികളിലും വരെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർ വരെ സമ്മതിച്ചതാണ്. അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി മൊസാദ് കൂറുമാറ്റിയിട്ടുണ്ട്. ഇറാനിൽ കടന്നുകയറിയ അമേരിക്കയും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയിലെ വധിച്ചതും മകൻ മൊജ്തബയെ ഈ മിത്രപ്രായനാക്കിയതുമെല്ലാം ഒരു വലിയ സംശയത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോഴും അജ്ഞാതനായ ഒരു ഉന്നത ചാരൻ ഇറാൻ നേതൃത്വത്തിലുണ്ട് എന്നാണ് അറിയുന്നത്. അതിനായുള്ള ആഭ്യന്തര അന്വേഷണം ഇറാൻ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയായ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ലോകം ഞെട്ടി. ഖമനേയുടെ സന്തത സഹചാരിയായ മിലിറ്ററി കമാൻഡർ ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനി ആയിരുന്നു ആ ചാരൻ. ഇപ്പോൾ മറ്റൊരു മൊസാദ് ചാരന്റെ പേരുകേട്ട് ലോകം ഞെട്ടുകയാണ്. അതാണ് അഹമ്മദി നെജാദ്, മുൻ ഇറാൻ പ്രസിഡന്റ്. ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ ഭരണമാറ്റം ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടത്തിയെന്ന വിവരത്തെ തുടർന്ന് നെജാദിനെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വീട്ടുതടങ്കലിലാക്കിയതായി റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് ആണ് ഇന്റലിജൻസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ച ഈ വാർത്ത പുറത്തുവിട്ടത്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അഹമ്മദി നെജാദിനെ പുതിയ നേതാവായി പ്രതിഷ്ഠിക്കാൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ദീർഘകാലമായി പദ്ധതി ഇട്ടിരുന്നതായാണ് വെളിപ്പെടുത്തൽ. കടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി കേരളത്തിലടക്കം ഹീറോയായ നേതാവാണ് നെജാദി. എന്തായാലും നെജാദിയും ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്.